ഒന്നി ഞങ്ങൾക്കത് എഴുതി തരണം, അല്ലെങ്കിൽ ഇത് അവരെല്ലാം കടം തീർക്കണം. 10 പൈസ ഇയാൾ അടച്ചിട്ടില്ല. അവർക്ക് ജപ്തി നോട്ടീസ് വന്നിരിക്കുക. ഞങ്ങൾ ആൾക്കാർ കൊന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾ ആത്മഹത്യക്കുള്ള നിശ്ചയമാണ്. ഞാൻ എൻ്റെ ഒരു കളവൻ ഈ ബൈപ്പാസ് റോട്ടിൽ കൂടെ കിടന്ന് പിച്ച എടുക്കുക പോലെ. ഞങ്ങൾക്കൊരു കിടക്കാടം പോലും ഇല്ല. ഈ കുഞ്ഞിന് ഞങ്ങൾക്കൊരു കിടക്കാടം വേണ്ടേ ഇനി. എൻ്റെ പേര് ഫാത്തിമ എന്നാണ്. ഞങ്ങൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ അലക്സാണ്ടർ വില്ലിംഗ്ടൺ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആദ്യമേ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. അന്നേരം 30,000 രൂപ അഡ്വാൻസ്, 3,000 രൂപ വാടകയായിരുന്നു ആദ്യമേ. പിന്നെ ഒരു വർഷം ആയപ്പോഴത്തേക്ക് കൂട്ടി 3,500 ആക്കി, പിന്നെ 4,000 ആക്കി, പിന്നെ 4,500 ആക്കിയപ്പോൾ ലാസ്റ്റ് പറഞ്ഞു ഞങ്ങളിത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് തരാം, 10 ലക്ഷം രൂപ തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 10 ലക്ഷം രൂപ ഒറ്റയ്ക്ക് കൊടുത്തു, ഇദ്ദേഹത്തിൻ്റെ കൈ കൊടുത്തപ്പം പറഞ്ഞു ഞങ്ങൾ ഇനി ഇത് വിലയ്ക്ക് തരാം, നിങ്ങൾ വാങ്ങിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു പാവപ്പെട്ട ഒരു അമ്മയുടെ കയ്യിൽ നിന്ന് ഇദ്ദേഹം പ്രമാണം വാങ്ങിച്ച് ഇദ്ദേഹം തന്നെ പറഞ്ഞ അവത്തുങ്ങളെ ഒന്ന് സഹായിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവത്തുങ്ങൾ നമ്മളെ 15 ലക്ഷം രൂപ തന്ന് സഹായിച്ചിട്ട് ഇദ്ദേഹം ഇന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പോലും ഇല്ല ഞങ്ങളെ. എന്നിട്ട് പിന്നെ ഞങ്ങൾ ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് കാര്യം പറഞ്ഞ് ഞങ്ങളെ എല്ലാവരും സഹായിച്ചു. ഒരുപാട് പേരെ ഞങ്ങൾ സഹായിച്ചിട്ടൊന്നും ഇദ്ദേഹം ഞങ്ങൾ ഇത് ഒരുപാട് ഇദ്ദേഹത്തിന് ചെയ്ത് കണ്ടപ്പോൾ പറഞ്ഞു ഇപ്പം എഴുതി തരാം, പിന്നെ എഴുതി തരാം എന്നും പറഞ്ഞ് ഇദ്ദേഹം മുങ്ങുമായിരുന്നു. ഫാമിലി ആയിട്ടാണ് ഞങ്ങളെ വന്ന് പറ്റിച്ചത്, ഫാമിലി ആയിട്ട്. പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ പറഞ്ഞു കൊച്ചിൻ്റെ കല്യാണം കഴിഞ്ഞില്ലയോ, കൊച്ചിന് ഇത്രയും സ്വർണം തന്ന് കെട്ടിച്ചില്ല, 50 പൗണ്ട് സ്വർണം തന്നെനിക്ക്, ആ സ്വർണം വിറ്റ് പൈസ ഞാൻ എഴുതി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ 50 പൗണ്ട് സ്വർണം വിറ്റ് ഇദ്ദേഹത്തിന് കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ ഇദ്ദേഹം ആ പൈസയും മേടിച്ചുകൊണ്ട് ഇതാ ഒരു കോപ്പി എടുക്കാമെന്നും പറഞ്ഞ് പോയപ്പോൾ ഇനി വേണം കാണാൻ. തട്ടാമല സർവീസ് സഹകരണ ബാങ്കിൽ വെച്ചാണ് അന്യൊരു സ്ത്രീയുടെ പ്രമാണം, വയസ്സെന്ന് അങ്ങേ അറ്റം പറ്റിയ ടീമിൻ്റെ പ്രമാണം തട്ടാമല ബാങ്കിൽ വന്ന് പണയം വെച്ച ഇയാളുടെ പേരിൽ തന്നെയാണ് അവർ ട്രാൻസ്ലേഷൻ ചെയ്ത് കൊടുത്തേക്കുന്നത്. അയാൾ ഈ വില്ലിംഗ്ടൺ എന്ന് പറഞ്ഞ ആൾ ബാങ്കിൽ വന്നിട്ടാണ് അയാൾ ട്രാൻസ്ലേഷൻ ചെയ്ത് അന്ന് മുങ്ങിയതാണ്. പിന്നെ നോക്കുന്ന സമയത്തൊക്കെ ഇയാൾ പിന്നെ ഇവിടെ ഖത്തറിലുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഖത്തർ ആളിനെ വിട്ട് 10 പൈസ ഇയാൾ അടച്ചിട്ടില്ല. അവർക്ക് ജപ്തി നോട്ടീസ് വന്നിരിക്കുക. ഞങ്ങൾ ആൾക്കാർ കൊന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾ ആത്മഹത്യക്കുള്ള നിശ്ചയമാണ്. ഞങ്ങൾ 2 മക്കൾ. സത്യം പറഞ്ഞ ആ വീട്ടിലല്ല താമസിക്കുന്നത്. ഞങ്ങളിപ്പോൾ കൊളപ്പാടത്ത് 4,000 രൂപ വാടകയ്ക്കാണ് ഇപ്പോൾ ഞങ്ങളവിടെ താമസിക്കുന്നത്. ആ വീട് സ്ഥലവും ഒന്ന് വന്ന് കണ്ടുവരാൻ നോക്കണം. ഞങ്ങൾ അവിടെ കിടക്കാൻ പറ്റാതെ ഞങ്ങൾ നാട്ടുകാർ കയറി വഴക്ക് പറയും, ഭയങ്കരമായിട്ട് ചീത്ത വിളിക്കുകയും ചെയ്ത്. അങ്ങനെ ഞങ്ങളെ ഒരു പാർട്ടി 4 ലക്ഷം രൂപ തന്ന് സഹായിച്ച്. അങ്ങനെ അവർ പറഞ്ഞു ഇനി നിങ്ങളിവിടെ താമസിക്കാൻ പറ്റത്തില്ല, മാറിത്തരണമെന്ന് പറഞ്ഞപ്പോൾ അവരവിടെ താമസിക്കുന്നത്. ഞങ്ങൾ വല്ലയിടത്ത് പോയി വാടകയ്ക്ക് വരെ താമസിക്കുക. ഇനി ഞങ്ങൾക്ക് അതിന് പറ്റത്തില്ല. ഒന്നി ഞങ്ങൾക്കത് എഴുതി തരണം, അല്ലെങ്കിൽ ഇത് അവരെല്ലാം കടം തീർക്കണം. കൊല്ലം വട്ടത്താണ്ടുള്ള പുള്ളിക്ക് 4-5 തിരുവനന്തപുരത്ത് 4-5 വീടുണ്ട്. അവിടെ എല്ലാം ഇതേ കണക്ക് ജനങ്ങൾ ചെന്ന് പ്രശ്നം ഉണ്ടാക്കി ആ വീടൊക്കെ അടിച്ച് പൊളിച്ചിട്ടേക്കുക. അത് അവിടെ ചെല്ലുമ്പോൾ ആൾക്കാർക്ക് ഞാൻ ഏഷ്യാനെറ്റുകാർക്കൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് അവരെ കൊണ്ടുവന്ന് ചാനലുകാരെ കൊണ്ടുവന്ന് പിടിപ്പിച്ച് അവിടെയുള്ള ജനങ്ങൾ മൊത്തം പറഞ്ഞ് ഇയാൾ വെറും തല്ലിപ്പൊളിയാണ്, ഇയാൾ നാട്ടുകാർ മൊത്തം ഇത് കണക്ക് അന്വേഷിച്ച് വരുന്നെന്ന്. ഇയാൾ ഖത്തറിൽ പോയി 1 മാസത്തിന് മുമ്പ് ആൾക്കാർ ഖത്തറിൽ ചെന്ന് ഇയാളെ റൂമിൽ പിടിച്ച് ഇഷ്ടംപോലെ മുതൽ ഇയാൾക്കുണ്ട്. ഇയാൾ എല്ലാവരും പറ്റിച്ചിട്ടേക്കുക. ലോകത്തെല്ലാവരും നമ്മളിത് അറിഞ്ഞിട്ടില്ലായിരുന്നു, എല്ലാവരും പറ്റിച്ചിട്ടേക്കുക. ഇനി ഞങ്ങൾക്ക് ആത്മഹത്യക്ക് സമയമുള്ളൂ. ഈ ആത്മഹത്യ ചെയ്ത മുഖ്യമന്ത്രിയുടെ ഇതിന് ഇതാണ് കാരണം മുഖ്യമന്ത്രിക്ക് അപേക്ഷിച്ചിട്ടുണ്ട്. ലാസ്റ്റ് വോട്ടത്തിൽ ഞങ്ങളെ വക്കീൽ ജയമോഹൻ വക്കീൽ 70,000 രൂപ ഞങ്ങളതിന് മേടിച്ച് സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞ്. എന്നിട്ട് പിന്നെ ഞങ്ങൾ ചെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ് സ്റ്റേ ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അദ്ദേഹം ആ 70,000 രൂപ അങ്ങ് എടുക്കുക വരെ ചെയ്ത്. അത്രയും ഞങ്ങൾ ബുദ്ധിമുട്ടി നിൽക്കും. ഇനി ഞങ്ങൾക്ക് സ്റ്റേ ചെയ്യാൻ പോലും നിവർത്തിയില്ല. ഞങ്ങൾക്ക് 45 ലക്ഷം രൂപ എടുത്താറുണ്ട്. അത് അയാൾക്ക് തന്നെ അറിയാം. 15 ലക്ഷം രൂപ ഇപ്പുറത്ത് ഒറ്റയ്ക്ക് കൊടുത്ത 10 ലക്ഷം രൂപ ട്രാൻസ്ലേഷൻ ചെയ്ത് എത്ര രൂപ ഉണ്ടെന്ന് ഇപ്പോൾ റെക്കോർഡ് കാണിച്ചു തരാം. ട്രാൻസ്ലേഷൻ അവൻ്റെ പേരിൽ. അല്ലെങ്കിൽ ഞങ്ങൾ 4 പേരും ആത്മഹത്യ ചെയ്യും. കമ്മീഷണർ, പിന്നെ DGP, മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, ഇവർക്ക് എല്ലാവർക്കും കംപ്ലയിൻറ്റ് അയച്ചിട്ടുണ്ട്. അതനുസരിച്ചുള്ള റിപ്പോർട്ട് പോലീസുകാർ വന്ന് അന്വേഷിച്ച് ഈ ഇരവിപുരം പോലീസ് സ്റ്റേഷനിൽ അവർ അന്വേഷിച്ച റിപ്പോർട്ട് ഞങ്ങൾ തന്നിട്ടുണ്ട്. ഇതെല്ലാം തന്നിട്ടുണ്ട്. ഞങ്ങൾ വഞ്ചിക്കുകയല്ല, ഞങ്ങളെ വഞ്ചിക്കുകയാണ്. ഞങ്ങൾ 4 പേരും ആത്മഹത്യ ചെയ്യും, യാതൊരു സംശയമില്ല, ആത്മഹത്യ ചെയ്യും. ഞങ്ങൾ അത്രയ്ക്ക് പേരുദോഷം കേട്ടുകൊണ്ടിരിക്കുക. ഇപ്പോഴും ഞങ്ങൾ ഒരു പാർട്ടി കഴിഞ്ഞ ആഴ്ചയിൽ വക്കീലിൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞ് നിങ്ങളെ കുരുക്കോന്നും പറഞ്ഞ് ഞങ്ങൾ ആകെപ്പാട് നാട്ടുകാരെ മൊത്തം വാങ്ങിച്ചു കൊടുത്തിരിക്കുക. 10 ലക്ഷം രൂപ അവർ തന്നാൽ സഹായിച്ചിട്ടുണ്ടായിരുന്നു. 8 ലക്ഷം. എന്നിട്ട് നൗഫൽ എന്ന് പറഞ്ഞൊരു വക്കീൽ പറഞ്ഞേക്കുന്നത് 10 ലക്ഷം രൂപയും കൊടുക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. പ്രവാസി വന്നിട്ടുണ്ട്. പ്രവാസിയുടെ സാർ ഒന്ന് അന്വേഷിച്ച് നോക്ക്. പ്രവാസി ഇയാളുമായിട്ട് സംസാരിച്ചതാ. പല പ്രാവശ്യം സംസാരിച്ച് ഇയാൾ കാശ് തരാന്നേറ്റ്, നമുക്ക് വീടും വസ്തുവും വേണം, കാശ് തരാന്നേറ്റ്. എന്നിട്ട് അങ്ങേക്ക് തിരിഞ്ഞു കളഞ്ഞു. ഞങ്ങൾക്കൊരു കിടക്കാടം പോലും ഇല്ല. ഈ കുഞ്ഞിന് ഞങ്ങൾക്കൊരു കിടക്കാടം വേണ്ടേ ഇനി.
നാട്ടുകാരെ മൊത്തം പറ്റിച്ചിട്ടേക്കുക. ആ പട്ടത്താനത്തെ വീടൊക്കെ കാണിച്ചു തരാം. അല്ലെങ്കിൽ ഞങ്ങൾ 4 പേരെ ജഡം മുഖ്യമന്ത്രി ഉൾപ്പെടെ ഞങ്ങൾക്ക് സമ്മാനം പറയേണ്ടത്. മുഖ്യമന്ത്രി, കമ്മീഷണർക്ക് എല്ലാവർക്കും ഞങ്ങൾ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. DGPക്ക് റിപ്പോർട്ട് കൊടുത്തു. ഇതേപോലെ സ്റ്റേഷനിൽ പല പ്രാവശ്യം പോയി കേസ് കൊടുത്തിട്ടുണ്ട്. അലക്സ് എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു വ്യക്തി, അലക്സാണ്ടർ വില്ലിംഗ്ടൺ. അപ്പം എത്ര വർഷമായി? 13 വർഷങ്ങൾക്ക് മുമ്പ് ഈ അലക്സാണ്ടർ വില്ലിംഗ് എന്ന് പറഞ്ഞ വ്യക്തി ഇവരുടെ സ്ഥലം, ഇദ്ദേഹത്തിൻ്റെ സ്ഥലം KSFയിൽ വെച്ച് ലോൺ എടുത്ത് 15 ലക്ഷം രൂപ ഇദ്ദേഹത്തിൽ നിന്നും വാങ്ങുകയുണ്ടായി. ഇവർക്ക് വസ്തു എഴുതി കൊടുക്കാമെന്നും പറഞ്ഞുകൊണ്ട്, ഇവരെ വീട് എഴുതി കൊടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഇവരെ കയ്യിൽ നിന്നും എത്ര രൂപ ആയിരുന്നു? 10 ലക്ഷം രൂപ ഇവരെ കയ്യിൽ നിന്നും വാങ്ങിയിട്ട് ഇതൊന്നും എഴുതി കൊടുക്കാതെ ഇദ്ദേഹം ഖത്തറിലേക്ക് പോയായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് പല പ്രാവശ്യം ഇവർ വന്നൊരു പ്രവാസി നേതാവ് എന്നുള്ള രീതിയിൽ എന്നെ ബന്ധപ്പെടുകയും അതിൻ്റെ ഭാഗമായി ഞാൻ തീർച്ചയായും ഇദ്ദേഹത്തിനെ വിളിച്ച് സംസാരിച്ച് അദ്ദേഹം സെറ്റ് ചെയ്ത് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ഇതൊന്നും കൊടുക്കാതെ ഇദ്ദേഹം ഒരു റെസ്പോണ്ടിങ് ചെയ്യാതെ ഇതിൽ നിന്നും കടന്നു നിൽക്കുകയായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞ ഇതുപോലെ ഇവർക്ക് കൊടുക്കാനുള്ള 35 ലക്ഷം രൂപ കൊടുക്കാമെന്നും അത് കൊടുക്കുക എന്ന് പറഞ്ഞൊരു ഡേറ്റ് പറയുകയും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വക്കീലിനെ വിളിച്ചിട്ട് ഇവർ വാടകയ്ക്ക് താമസിക്കുന്ന, ഇവർ വാടക കൊടുക്കുന്നില്ല, ഇവർക്കെതിരെ കേസെടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം തിരിച്ചുള്ള ഒരു പ്രവണതയായിരുന്നു അവർ ഉൾക്കൊണ്ടത്. അതിനുശേഷം പിന്നെ ഇദ്ദേഹം ഈ കോളുകൾ എടുക്കത്തില്ല, മറ്റു കാര്യങ്ങളും ചെയ്യത്തില്ല. അങ്ങനെ ഇവർ വലിയ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലുമാണ്. ഈ വ്യക്തിയുടെ ഇദ്ദേഹത്തിൻ്റെ അമ്മയുടെയും പേരിലിരുന്ന പ്രമാണം മേടിച്ച് കൊടുത്തിട്ടാണ് ഇന്നിപ്പോൾ അവർ ജപ്തിയുടെ വക്കീൽ നിൽക്കുകയാണ്. അത്തരത്തിൽ ഉള്ള ഒരു ദ്രോഹം ചെയ്ത വ്യക്തി ഖത്തറിൽ പോലും അദ്ദേഹത്തിന് അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. ഇപ്പോൾ 2 മാസമായി നാട്ടിലെത്തിയിട്ട് എന്നെ ഒന്ന് വിളിക്കുകയോ അതല്ലെങ്കിൽ ഇവരെ കാണുകയോ ഒന്നും ചെയ്തില്ല. യാദൃച്ഛികമായ രീതിയിൽ വീണ്ടും ഒരു തട്ടിപ്പിൻ്റെ ഭാഗമായി ആ പ്രമാണം വെച്ച് മറ്റൊരാളെ നിന്ന് പണം മേടിക്കാൻ വന്ന സമയത്താണ് യാദൃച്ഛികമായ രീതിയിൽ ഇവർ അദ്ദേഹത്തിനെ കണ്ടുമുട്ടുന്നത്. ആ കണ്ടുമുട്ടിയതിൻ്റെ ഭാഗമായി എന്നെ വിളിക്കുകയും ഇന്നൊരു കേസിനകത്ത് ബന്ധപ്പെട്ടൊരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ വരികയും അതിൻ്റെ ഭാഗം മനസ്സിലാക്കിയപ്പോൾ ഇദ്ദേഹം ശുദ്ധ തട്ടിപ്പുകാരനാണെന്ന് എനിക്ക് മനസ്സിലായി. അതിൻ്റെ ഭാഗമാണ് നിന്നത്. അതിൻ്റെ നിയമപരമായിട്ട് എന്ത് കാര്യമാണോ അതിൻ്റെ നിയമ നടപടിയിലേക്ക് പോകുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഭാഗം. ഞങ്ങൾക്ക് ഇതിനുള്ള ഒരു നടപടി കിട്ടിയേ പറ്റൂ. ഞങ്ങൾ കമ്മീഷണർക്കും ഞങ്ങൾ മുഖ്യമന്ത്രിക്കും എല്ലാം ഞങ്ങൾ കൊടുത്തതാണ്. ഞങ്ങൾക്ക് ഒരു നടപടി ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. പാവപ്പെട്ടവരായതുകൊണ്ടാണ് ഞങ്ങളെ ഇങ്ങനെ ഇതാക്കിയത്. അതുകൊണ്ട് ഇനി ഞങ്ങൾക്കത് പറ്റത്തില്ല. ആ അണ്ണൻ്റെ പ്രമാണം എടുത്ത് കൊടുത്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി ഒരു പോലീസോ ഒരു പട്ടാളോ വന്നാൽ ഞങ്ങൾക്ക് അതിനൊരു വിഷയമില്ല ഇനി. അല്ലേ അണ്ണാ? ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രമാണം കിട്ടണം. ഒന്നി ഞങ്ങൾക്ക് വന്ന് നോക്ക്, എന്റെ വീട് വന്ന് കണ്ട് എന്റെ അച്ഛനും അമ്മയും കാണും, കണ്ടാലേ അറിയാൻ പറ്റൂ. അതുകൊണ്ട് ഇനി ഞങ്ങളെ പറ്റിക്കാൻ പറ്റത്തില്ല. 48 ലക്ഷം രൂപ എൻ്റെ
അമ്മ വിഷമിക്കണ്ട എന്നും പറഞ്ഞ് എൻ്റെ തലയിൽ ഇങ്ങനെ തടവ് വെച്ച് പറഞ്ഞ് അമ്മ 3 മാസത്തിനകം വെച്ച് അമ്മയുടെ പ്രമാണം എടുത്ത് തരാം. ഈ പ്രമാണം ഞാൻ അവർക്ക് എഴുതി കൊടുക്കുമ്പോൾ ഇത് ഇങ്ങോട്ട് വെച്ചിട്ട് ഈ പ്രമാണം എടുത്ത് തരാമെന്നും പറഞ്ഞ് എൻ്റെ തലയിൽ തടവി എനിക്ക് എൻ്റെ താടിയിലെല്ലാം പിടിച്ച് അവൻ ചാറ്റ പറഞ്ഞുകൊണ്ടാണ് മോനെ എൻ്റെ ഇന്ന് കാശ് മേടിച്ചത്. അപ്പോൾ ഞങ്ങളുടെ ഉമ്മച്ചിക്ക് നിവർത്തിയില്ലെന്നും പറഞ്ഞ് ഈ അമ്മ പോയി അച്ഛനോട് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ കയ്യിലാണ് ഈ പ്രമാണം. വീട്ടിൽ ഒരു മനുഷ്യർ പറഞ്ഞില്ല, എൻ്റെ ഭർത്താവ് പറഞ്ഞില്ല, അങ്ങാരുടെ മുതലാ, അങ്ങാരുടെ അച്ഛനും അമ്മയും ഉണ്ടാക്കിയ മുതലാ. പക്ഷെ അങ്ങനെ പോലും അറിയാതെ അവസാനം ഞാൻ നിങ്ങൾക്ക് ആ പ്രമാണം എടുത്തു കൊടുക്കാൻ പറ്റണം. നീ അവരൊക്കെ വീട്ടിൽ പോയി കിടന്നും പറഞ്ഞുകൊണ്ട് ഈ ഇത്രയും വർഷമായി എൻ്റെ ഒരു മക്കളും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞാനും എൻ്റെ ഒരു കളവൻ ഈ ബൈപ്പാസ് റോട്ടിൽ കൂടെ കിടന്ന് പിച്ച എടുക്കുക പോലെ കേട്ടോ. ഈ മനുഷ്യനെ വിളിച്ചാൽ കിട്ടത്തില്ല, പിന്നെ അങ്ങനെ കണ്ടിട്ട് പോലും ഇല്ല കേട്ടോ. എൻ്റെ തലയെ തടവിക്കൊണ്ട് അവൻ ബാങ്കിൽ വെച്ചാണ് എൻ്റെ തലയെ തടവിയും വെച്ച് എനിക്കൊരു ഉമ്മയും തന്നെച്ച് പറഞ്ഞ് 3 മാസത്തിന് വെച്ച് അമ്മയുടെ സാധനം ഞാൻ എടുത്തു തരാം, ഈ പ്രമാണം ഞാൻ എഴുതി അതങ്ങോട്ട് വെച്ചിട്ട് അമ്മയുടെ പ്രമാണം എടുത്തു തരാമെന്ന് പറഞ്ഞ് വർഷം ഇത്രയായി. ഇപ്പം മക്കളും വെറുത്ത്, കൊച്ചുമക്കളും വെറുത്ത്, മരുമക്കളും വെറുത്ത്, അയലുകാരെല്ലാം നമ്മളെ ചെറുക്കിട്ട് കുത്തുക. വല്ല മനുഷ്യനും ചെയ്യുന്നതാണോ? എൻ്റെ മൂത്ത മോൻ്റെ ഇതിൻ്റെ ബാധലിരുന്ന് അവൻ സ്ലാബ് വാർത്തുകൊണ്ടിരിക്കുന്നത്. ആ മോനൊരു വീട് വെച്ചവർക്ക് 10 രൂപ അതിൽ നിന്ന് ഞാൻ കൊടുത്തില്ല. മോക്കൊരു വീട് വെച്ചിട്ട് ഞാൻ കൊടുത്തില്ല. ആ കൊച്ചിൻ്റെ സങ്കടവും കരച്ചിലും കണ്ടുകൊണ്ട് ഇത് എഴുതിക്കാനല്ലേ എന്ന് വിചാരിച്ച് ഒരു സഹതാപം തോന്നി ഞാൻ ചെയ്തതാണ്. പക്ഷെ ഇത്രയായി. ഇപ്പം നമുക്ക് അർഹതയില്ല, ഫലഗതിയില്ല, നമ്മൾ പരിപാടി നടക്കുക. ഓരോ കുഞ്ഞുങ്ങളും ചോദിച്ചാൽ പോലും എനിക്ക് ഉത്തരവില്ല. ഞാൻ എന്ത് ചെയ്യും? എൻ്റെ പേര് രാജീവ് പാലത്ര, ബ്ലോക്ക് പ്രസിഡൻറ്റ്, കോൺഗ്രസ് പാർട്ടി, വടക്കേവിള. ഇവിടെ കഴിഞ്ഞ 16 വർഷമായിട്ട് ഈ പാലത്രയിൽ വെല്ലിംഗ്ടൺ എന്ന് പറഞ്ഞ ആളിൻ്റെ ഒരു വീട്ടിൽ ആദ്യം വാടകയ്ക്ക് താമസിക്കുകയും പിന്നെ അത് ഒറ്റയാക്കുകയും പിന്നെ ഈ വസ്തുവും വീടും കൂടി ഒറ്റയെടുത്തിരിക്കുന്ന ഹക്കീമിന് കൊടുക്കാമെന്ന പേരിൽ അവരെ കയ്യിൽ നിന്ന് 43 ലക്ഷം രൂപ വാങ്ങി എന്നുള്ളതാണ് പരാതി. അപ്പം മറ്റേ വെല്ലിംഗ്ടൺ പറയുന്നത് അതിൽ 23 ലക്ഷമേ ഉള്ളൂ. അപ്പോൾ അത് ഇവർ ബാങ്ക് വഴി കൊടുത്തിരിക്കുന്ന എമൗണ്ട് മാത്രമേ അയാൾ പറയുന്നുള്ളൂ. അപ്പോൾ ഞാൻ അയാളുമായിട്ട് സംസാരിച്ച് അയാൾക്ക് കൊല്ലത്തിൻ്റെ പല ഭാഗത്തായിട്ട് 4-5 ഭൂമികളുണ്ട്, അത് വിറ്റിട്ട് ഇവരുടെ പൈസ കൊടുക്കാം എന്നാണ് പറയുന്നത്. 8 വർഷമായി ആദ്യമായിട്ടാണ് ഇവരെ കാണുന്നത്. മുഖ്യമന്ത്രിക്കും DGPക്കും ഒക്കെ പരാതി കൊടുത്തെങ്കിലും അതിന് യാതൊരുവിധ അന്വേഷണവും നടന്നില്ല. ഇവർ തിരക്കി നടന്ന് അവസാനം ഇദ്ദേഹത്തിനെ കണ്ടുമുട്ടി ഇപ്പോൾ ഇവിടെ വന്നിരിക്കുകയാണ്. ഞാൻ ഇരവിപുരം പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടു. അവർ പറഞ്ഞു ഒത്തുതീർപ്പ് സംസാരിച്ച് തീരുന്നെങ്കിൽ തീരട്ട് എന്നുള്ള നിലയിലാണ് സംസാരിച്ചിരിക്കുന്നത്. ഇതാണ് ഇപ്പം വരെയുള്ള ഒരു പുരോഗതി.